ബാദൽ എന്നുള്ള കവിത, ബാദൽ എന്നുള്ള കവിതയാണ് നമ്മൾ മീനിങ് പഠിക്കാൻ പോകുന്നത്. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം എന്നാണ് അർത്ഥം. ഇത് എഴുതിയത് ഡോക്ടർ ശ്രീപ്രസാദ് ആണ്. ആദ്യം നമുക്കിതൊന്ന് വായിക്കാം. കാലേ കാലേ പാനി വാലേ ആസമാൻ മേം ബാദൽ ആയേ ബോലോ കൈസേ ആകർ ഛായേ हवा पकड़कर लाती सरसर छाये जैसे काले कंबल कितने सुंदर लगते बादल. കാല, കാല എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് എന്നാണ് അർത്ഥം. കാലേ കാലേ പാനി വാലേ കറുത്ത നിറത്തിലുള്ള ജലം നിറഞ്ഞ, പാനി എന്ന് പറഞ്ഞാൽ വാട്ടർ, വെള്ളം. പാനി വാലേ എന്ന് പറയുമ്പോ വെള്ളമുള്ള. ആസമാനുമേം ബാദൽ ആയേ, ആസമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ആസമാൻ എന്ന് പറഞ്ഞാൽ ആകാശം. ആസമാനുമേം ആകാശത്തിൽ, ബാദൽ മേഘം, ആന, ആന എന്ന് പറയുന്നത് വരിക എന്നുള്ള അർത്ഥമാണ്. ആയേ വന്നു, ആസമാനുമേം ബാദൽ ആയേ ആകാശത്ത് മേഘങ്ങൾ വന്നു. ബോലോ കൈസേ ആക്കർ ഛായേ, ബോലോ പറയൂ, ബോല്ല എന്ന് പറഞ്ഞാൽ പറയുക എന്നുള്ള അർത്ഥമാണ്. ബോലോ എന്ന് പറയുമ്പോൾ പറയൂ. കൈസേ എങ്ങനെ, എങ്ങനെ എന്നാണ്. കൈസേ ആക്കർ ഛായേ, ഛാന, ഛാന എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആവുക എന്നാണ് അർത്ഥം. ഛാന വന്ന്, എങ്ങനെ ഇങ്ങനെ വന്ന് സ്പ്രെഡ് ആകുന്നു എന്ന് പറയൂ എന്നാണ് പറയുന്നത്. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, വിൻഡ്. ഹവ പകഡ്കർ കാറ്റിനെ പിടിച്ച് അല്ലെ, കാറ്റിനെയും പിടിച്ച് എന്നുള്ള അർത്ഥമാണ്. പകഡ്ന എന്ന് പറഞ്ഞാൽ പിടിക്കുക, പകഡ്ന പിടിക്കുക. ലാത്തി സർസർ, ലാന എന്ന് പറഞ്ഞാൽ ബ്രിങ് എന്നാണ് അർത്ഥം. അപ്പോ കാറ്റിനെ പിടിച്ചു കൊണ്ടുവരികയാണ് അല്ലെ, കാറ്റിനെയും കൂടി പിടിച്ച് പറന്ന് വരികയാണ്. ലാന എന്ന് പറഞ്ഞാൽ വരുന്നു. ഛായേ ജൈസേ കാലേ കമ്പൽ, ഛാന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പ്രെഡ് എന്നുള്ള അർത്ഥമാണ്. ഛായേ ജൈസേ പരന്നു കിടക്കുന്നു അല്ലെങ്കിൽ സ്പ്രെഡ് ആയി കിടക്കുന്നു. എങ്ങനെയെന്നാൽ, ജൈസെ എന്ന് പറയുമ്പോൾ എങ്ങനെയെന്നാൽ, കാലേ കമ്പൽ കറുത്ത കമ്പിളി, കമ്പിളി പുതപ്പ് പോലെ അങ്ങനെ പരന്ന് സ്പ്രെഡ് ആയി കിടക്കുന്നു എന്നാ പറയുന്നത്. കിത്നെ സുന്ദർ എത്രയോ സുന്ദരം, ലഗ്തെ ബാദൽ എത്രയോ സുന്ദരമാണ് ഈ മേഘം എന്ന് ഫീൽ ചെയ്യുന്നു. ലഗ്ന എന്ന് പറഞ്ഞാൽ തോന്നുക, ഫീൽ ചെയ്യുക എന്നാണ്. കിത്നെ സുന്ദർ ലഗ്തെ ബാദൽ എത്രയോ മനോഹരമാണ് മേഘങ്ങൾ എന്ന് ഫീൽ ചെയ്യപ്പെടുന്നു. പേടോം ജയ്സേ ഭേടോം ജയ്സേ, പേട്, പേട് എന്ന് പറഞ്ഞാൽ മരം എന്നാണ് അർത്ഥം. പേടോം ജയ്സേ മരത്തെ പോലെ, മരങ്ങളെ പോലെ. ബേഡോം ജയ്സേ ഷീപ്പ്, ഷീപ്പ് എന്നാണ് അർത്ഥം, ബേഡ്. അപ്പൊ ബേഡോം ജയ്സേ എന്ന് പറയുമ്പോൾ ഷീപ്സിനെ പോലെ. ലഗ്തെ ജയ്സേ ചൽത്തെ ഘോഡെ, ലഗ്തെ ജയ്സേ എങ്ങനെ തോന്നുന്നു, എങ്ങനെയെന്നാൽ, ജയ്സേ എങ്ങനെയെന്നാൽ, ചൽത്തെ ഘോഡെ, ഘോഡ എന്ന് പറഞ്ഞാൽ ഹോഴ്സ്, ഹോഴ്സിന് പറയുന്നതാണ് ഘോഡ. ചൽത്തെ ഘോഡെ അനങ്ങുന്ന കുതിരയെ പോലെ അല്ലെങ്കിൽ ഓടുന്ന കുതിരയെ പോലെയൊക്കെ തോന്നുന്നു. മേഘത്തെ കാണുമ്പോൾ ഇങ്ങനെയെല്ലാം തോന്നുന്നു എന്നാണ് പറയുന്നത്. പേടോം ജയ്സേ മരങ്ങളെ പോലെ, ബേഡോം ജയ്സേ ചെമ്മരിയാടുകളെ പോലെ, ലഗ്തെ ജയ്സേ എങ്ങനെ തോന്നുന്നു, എങ്ങനെയെന്നാൽ, ചൽത്തെ ഘോഡെ അനങ്ങുന്ന അല്ലെങ്കിൽ ചലിക്കുന്ന ഒരു ഹോഴ്സിനെ പോലെ, കുതിരയെ പോലെ. ബൻ ജാത്തെ ഹാത്തിക്കെ ജോഡെ ആയിത്തീരുന്നു, ചില സമയത്ത് എങ്ങനെയൊക്കെ ആയിത്തീരുന്നു, ഹാത്തിക്കെ ജോഡെ, ഹാത്തി എന്ന് പറഞ്ഞാൽ ആന, ആനയുടെ പെയറിനെ പോലെ. ജോഡ, ജോഡ എന്ന് പറഞ്ഞാൽ പെയർ എന്നാണ് അർത്ഥം. ഹാത്തിക്കെ ജോഡെ ആനയുടെ പെയർ, രണ്ട് ആനകൾ നിൽക്കുന്നത് പോലെയൊക്കെ തോന്നുന്നു. നന്നെ ജൽക്കൺ, നന്ന എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ, ചെറിയ, വളരെ ചെറിയ. നന്നെ ജൽക്കൺ ജലം എന്ന് മലയാളത്തിൽ പറയുമല്ലോ, വെള്ളം അല്ലെ, വാട്ടറിന് പറയുന്നതാണ്. ജൽ കൺ കണം, കണം എന്നും ഒരു മലയാളം വാക്കുണ്ട്, അതേ അർത്ഥം തന്നെയാണ്. ജലകണം എന്ന് പറയുന്നത് പോലെ വെള്ളത്തുള്ളി, വാട്ടർ ഡ്രോപ്പ്, ജൽക്കൺ. ഗയേ ഭാപ് ബൻ, ബാപ് എന്ന് പറഞ്ഞാൽ നീരാവി, ബാപ് ബൻ അങ്ങനെ ചെറിയ ജലകണങ്ങൾ പോകുകയാണ്. എങ്ങനെയാ പോകുന്നത്, നീരാവിയായി പോകുന്നു. ഉസി ഭാപ്പിനെ ആ ജലകണങ്ങൾ എന്ത് സംഭവിക്കും,
ഡണ്ടക് പായി, അവര് കൂൾ ആയി, അല്ലെങ്കിൽ പാന എന്ന് പറഞ്ഞാൽ നേടുക എന്നുള്ള അർത്ഥമാണ്. മഴ ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ. നന്നെ ജൽക്കൺ, ചെറിയ ജലഗണങ്ങൾ നീരാവിയായി പോയി ആ ജലഗണങ്ങൾക്ക് എന്ത് പറ്റും, അവര് കൂളായി കഴിയുമ്പോഴാണ് മഴ വരുന്നത്. നമ്മൾ സയൻസിൽ പഠിക്കുന്നുണ്ടല്ലോ, അതേ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാദൽ ബർസേ, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘമാണ്, മേഘം പെയ്യുന്നു എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നതിനും പറയും ബാദൽ ബർസേ ബർസ ആയി, മഴ വരുന്നത് ഇങ്ങനെയാണെന്നാണ് കവിതയിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. കർത്തേ ഗഡ്ഗഡ് ആത്തേ ബഡ്ബഡ്, അപ്പം മഴ പെയ്യുന്നതിനെ വിവരിക്കുകയാണ്. ഒരു താളത്തിലൊക്കെയാണ് മഴ പെയ്യുന്നത് അല്ലെ, നമുക്ക് അങ്ങനെ തോന്നാറുണ്ടല്ലോ. കർത്തേ ഗഡ്ഗഡ് ആത്തേ ബഡ്ബഡ്, അപ്പം ഒരു താളത്തോടെ ശബ്ദം ഉണ്ടാക്കിയാണ് വരുന്നത്. ബിജലി ബാദൽക്കോ ചംകായി, ബിജലി, ബിജലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റിക്കും ബിജലി എന്ന് പറയാറുണ്ട്. ഇവിടെ ഇത് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ട് ആരാണത്, ലൈറ്റ്നിങ് ആണ് അല്ലെ, ഇടിമിന്നല്. അപ്പൊ ബിജലി ബാദൽക്കോ ചംകായി, ചമക്ന എന്ന് പറഞ്ഞാൽ തിളങ്ങുക. അപ്പോ ഇടിമിന്നല് വരുന്നത്, ലൈറ്റ്നിങ് വരുന്നത് ബാദലിനെ, അതായത് മേഘത്തെ, ചംകായി തിളക്കുന്നു, അല്ല തിളക്കം വെക്കുന്നു അല്ലെ, അത് മിന്നല് വരുമ്പോ നല്ല തിളങ്ങുന്നു എന്നാണ് പറയുന്നത്. അന്തിയാരെ മേം, അന്ധകാരം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്, അതേ അർത്ഥമാണ് അന്തിയാരെ, അന്തിയാരെ ഡാർക്ക്നെസ്, മേം അപ്പം അന്ധകാരത്തിൽ രാഹ് ദിഖായി, നല്ല ഇരുട്ടിലും വഴി കാണിക്കുന്നു. രാഹ് എന്ന് പറഞ്ഞാൽ വഴിയാണ്, വേ, രാഹ് ദിഖായി, ദിഖായെ വഴി കാണിക്കുന്നു. മോർ മഗൻമൻ ഝൂം ഛനൻഛൻ, മോർ എന്ന് പറഞ്ഞാൽ മയിൽ, പീകോക്ക് എന്നുള്ള അർത്ഥമാണ്. മോർ മകൻമൻ, മകൻമൻ എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ, മനസ്സ്, മനസ്സ് എന്നുള്ള അർത്ഥമാണ് മൻ, സന്തോഷത്തോടെ. ഝൂം ഛനൻ ഛൻ, ഝൂം ഝൂമുകർ, ആടുകയാണ് അല്ലെ, അതായത് മയില് മഴ വരുമ്പോൾ സന്തോഷത്തോടെ ആടാറുണ്ട്, ഡാൻസ് കളിക്കാറുണ്ട്. ഝൂം ഝൂംകർ നാച്ച് ദിഖായെ, നാച്ന എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കുന്നതിന് പറയുന്നതാണ്, നാച്ന. അപ്പൊ ഝൂം ഝൂമുകർ ആടി ആടി, നാച്ച് ദിഖായെ ഡാൻസ് കളിക്കുന്നു. ഖുഷ് ഹോ ഹോക്കർ ഗാന ഗായേ, ഖുഷ് എന്ന് പറയുന്നത് സന്തോഷം, ഖുഷ് ഹോ ഹോക്കർ സന്തോഷത്തോടെ, ഗാന ഗായേ പാട്ട് പാടുന്നു. ബർസേ ബാദൽ കൽക്കൽ ഛൽഛൽ, മേഘം പെയ്യുന്നു, എങ്ങനെയാണ്, നല്ല നാദത്തോടെ അല്ലെ, നല്ല താളത്തോടെയാണ് മഴ പെയ്യുന്നത്. തൈർ ചലി കാഗസ് കി ഗയ്യ, ഗയ്യ എന്ന് പറഞ്ഞാൽ ബോട്ട്, കാഗസ് എന്ന് പറഞ്ഞാൽ കടലാസ്, കടലാസ് തോണി എന്നുള്ള അർത്ഥമാണ്. കാഗസ് കി നയ്യ. തൈർ, തൈർന എന്ന് പറഞ്ഞാൽ നീന്തുന്നതിന് പറയുന്നതാണ്, തൈർന. തൈർ ചലി നീന്തിപ്പോയി, കാഗസ് കി നയ്യ കടലാസിന്റെ തോണി. പൂഞ്ച് ഉഡാക്കർ ഭാഗി ഗയ്യ, പൂഞ്ച് എന്ന് പറഞ്ഞാല് വാല്, വാല് ഉയർത്തി ഓടിപ്പോയി പശു. പൂഞ്ച് ഉഡാക്കർ വാല് ഉയർത്തി. ഭാഗി, ഭാഗിന എന്ന് പറഞ്ഞാൽ ഓടുക, ഭാഗി ഗയ്യ, ഗയ്യ എന്ന് പറഞ്ഞാൽ പശു. അപ്പം വാലുയർത്തി പശു ഓടിപ്പോയി, അതും സന്തോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്.